എഡ്ജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാനുള്ളത്? BCOC 136 ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ്, കൊമേഴ്സുകാരുടെ ഒരു പേപ്പറാണ്. അതിൻ്റെ ഒരു ഡിസ്കഷൻ, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ജൂൺ 2025 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തിനാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത്? ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ വന്നതെന്ന് അറിയാനും റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാനും അതിനുവേണ്ടി പരീക്ഷയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ ഒരുങ്ങുവാനും എന്താവശ്യമാണ്? ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസിസ് നമുക്ക് വളരെയധികം അത്യാവശ്യമാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഡിസ്കഷനിലേക്ക് കയറാം അല്ലേ? ആദ്യം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്താണ് സബ്ജക്റ്റിൻ്റെ പേരെന്താണ്, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ് ഓരോന്നിനും മാർക്ക് കൊടുത്തിരിക്കുന്നത്, അസൈൻ ചെയ്തിരിക്കുന്നത് എല്ലാം അറിയണം അല്ലേ? നമുക്കപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BCOC 136 ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം സമയം എത്രയാണ് പരീക്ഷ എഴുതാനായിട്ട്? 3 മണിക്കൂറാണ് നമുക്ക് വേണ്ടി അസൈൻ ചെയ്തിരിക്കുന്ന സമയം. മാക്സിമം മാർക്ക് എത്രയാണ്? 100 മാർക്കാണ് ഇതിന് വേണ്ടിയിട്ട് പരീക്ഷ എഴുതാനായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി എന്താണ് നമുക്ക് നോക്കാനുള്ളത്? എത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യണം? 5 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആൻസർ ചെയ്യേണ്ടത്. 8 ക്വസ്റ്റ്യൻസ് നിന്ന് 5 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആൻസർ ചെയ്യാനുള്ളത്. എല്ലാ ഇതും ഈക്വൽ മാർക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ ക്വസ്റ്റ്യൻസും അസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി ഓരോരോ ക്വസ്റ്റ്യൻസും എങ്ങനെയാണ്, ഓരോന്നിനും എത്ര മാർക്ക് വീതമാണ് എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ A സെക്ഷനിൽ എന്താണ് വരുന്നത്? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഇൻ ടു വിച്ച് അസസി ഈസ് ഡിവൈഡഡ് ഇൻ ടു ഓൺ ദ ബേസ് ഓഫ് റെസിഡൻസ്. റെസിഡൻസിൻ്റെ ബേസിസിലെ അസസീനെ എത്ര തരമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? ഹൗ ആർ ദ ടാക്സ് അണ്ടർ ഇൻകം ടാക്സ് ആക്ട്. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അവരെങ്ങനെയാണ് ടാക്സ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവർക്ക് ടാക്സ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എത്ര മാർക്കാണ്? 10 മാർക്കാണ് അസൈൻ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ B എന്നുള്ള സെക്ഷനിൽ എന്താണ് വന്നിരിക്കുന്നത്? The income of the previous year is taxed in the current year. Explain, also discuss its exemption. പ്രീവിയസ് ഇയറിലെ ഇൻകം ആണോ കറണ്ട് ഇയറിലെ ഇൻകം ആയിട്ട് ടാക്സ് ചെയ്യുന്നത്? എന്താണ് അതിന് കാരണം? ഇനി എന്തെങ്കിലും അതിനൊരു എക്സെപ്ഷൻ ഉണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അവിടെയും എത്ര മാർക്കാണ്? 10 മാർക്കാണ്. അപ്പോൾ ഒന്നാമത്തെ A എന്നുള്ള ക്വസ്റ്റിന് 10 മാർക്കും രണ്ടാമത്തെ B എന്നുള്ള ക്വസ്റ്റിന് 10 മാർക്കും. അപ്പോൾ അങ്ങനെയാണ് 20 മാർക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? അസൈൻ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. രണ്ടാമത്തെ A എന്ന ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ പ്രൊവിഷൻസ് ഓഫ് ഇൻകം ടാക്സ് റിലേറ്റഡ് ടു ഹൗസ് റെൻ്റ് അലവൻസ്. ഹൗസ് റെൻ്റ് അലവൻസുമായിട്ട് HRAയുമായിട്ട് എന്തൊക്കെ പ്രൊവിഷൻസ് നിലവിലുണ്ട്, എന്തൊക്കെയാണ് നോക്കേണ്ടത് എന്നുള്ളതാണ്. 10 മാർക്കാണ് അതിൽ അസൈൻ ചെയ്തിരിക്കുന്നത്. B എന്നുള്ള ക്വസ്റ്റ്യൻ എന്താ നോക്കി നോക്കൂ. ഡിഫൈൻ ആനുവൽ വാല്യൂ ആൻഡ് സ്റ്റേറ്റ് ദ ഡിഡക്ഷൻ ദാറ്റ് ആർ അലൗഡ് ഫ്രം ദ ആനുവൽ വാല്യൂ ഇൻ കമ്പ്യൂട്ടിംഗ് ദ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. എന്താണ് ഒരു ആനുവൽ വാല്യൂ, എന്തൊക്കെ ഡിഡക്ഷൻസ് ആണ് ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന്, അല്ലെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഡിഡക്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ B എന്ന ക്വസ്റ്റ്യൻ, അതും എത്രയാണ്? 10 മാർക്കാണ്. അപ്പോൾ 10ഉം 10ഉം 20 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. വാട്ട് ഡു യു മീൻ ബൈ clubbing of income? In what circumstance is the income of the one person treated as income of another person? എന്താണ് ഒരു ക്ലബിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്? ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏതൊക്കെ സാഹചര്യത്തിലാണ് ഒരാളുടെ ഇൻകം മറ്റൊരാളുടെ ഇൻകവുമായിട്ട് എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്യപ്പെടുന്നത്. അത് എത്ര മാർക്കാണ്? 10 മാർക്കാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലെ B എന്നുള്ള ക്വസ്റ്റ്യൻ, മിസ്റ്റർ വിശേഷ് ഹു ഈസ് നോട്ട് കവേർഡ് ബൈ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുറ്റി ആക്ട് 1972 receives gratuity of rupees 5,76,000 when he returns on 23 June 2023 after a service of 34 years, 9 months and 23 days. His last drawn emolument are as follows. Basic salary, dearness allowance, annual increment falls due on 1st January every year. What amount of gratuity is exempt from tax? ഇൻ ദ അസസ്മെൻറ്റ് ഇയർ 2024-25. ഇതൊരു പ്രോബ്ലമാണ്, ഗ്രാറ്റുറ്റിയുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ്. അതിൽ എത്രത്തോളം എന്തുണ്ട്, എക്സംപ്റ്റഡ് ഉണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലമാണ്. നമുക്ക് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഗ്രാറ്റുറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിനും എത്രയാണ്?
10 മാർക്കാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദ ഫോളോയിങ് ആർ ദ പർട്ടിക്കുലേഴ്സ് ഓഫ് ശ്രീ അപൂർവ ഫോർ ദ ഇയർ അസസ്മെന്റ് ഇയർ 2024-25. കമ്പ്യൂട്ട് ദ ടാക്സബിൾ ഇൻകം. ഇതിൽ ടാക്സബിൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 20 മാർക്കാണ് വരുന്നത്. അതിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഹൗസ് പ്രോപ്പർട്ടി തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, ഇൻകം ഫ്രം അതർ സോഴ്സ് ഉണ്ട്. 5 ഹെഡുകളിൽ നിന്നുള്ള പലതരം ഇൻകം തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഗ്രോസ് ടോട്ടൽ ഇൻകം കാണണം, ഡിഡക്ഷൻസ് കാണണം. അപ്പോൾ ടാക്സബിൾ ഇൻകം ആണ് നമുക്കതിൽ കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് ഡിസ്കഷൻ സമയത്ത് കൂടുതലായിട്ട് പറയാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? CA Pawan on house of which 50% portion is let out for the purpose of residence at 4,400 per month. 25% portion is used by him for his profession and he remaining 25% is used for his residence. ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് മുനിസിപ്പൽ വാല്യൂ, ഫെയർ റെന്റൽ വാല്യൂ, മുനിസിപ്പൽ ടാക്സ് ഒക്കെ തന്നിട്ടുണ്ട്. 25% പ്രൊഫഷണൽ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലാതെ പേഴ്സണൽ പർപ്പസിന് ഉപയോഗിച്ചിട്ടുണ്ട്, ഒഫീഷ്യൽ പർപ്പസിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആനുവൽ വാല്യൂ ഓഫ് ദ ഹൗസ് പ്രോപ്പർട്ടി കണ്ടുപിടിക്കണം. നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് പറയാം. അതിന് എത്ര മാർക്കാണ്? 20 മാർക്കാണ് അസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. എക്സ്പ്ലെയിൻ നെസസറി കണ്ടീഷൻസ് ഫോർ ഇൻകം ടു ബി ചാർജ്ഡ് അണ്ടർ ദ ഹെഡ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ള ഹെഡിൽ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് നമ്മൾ പാലിക്കേണ്ടത് എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. അത് 10 മാർക്കാണ് അതിൽ വരുന്നത്. ഓക്കെ, അതിൽ തന്നെ ബി എന്നുള്ള കാര്യം എന്താണ്? ക്യാപിറ്റൽ ഗെയിനുമായി ബന്ധപ്പെട്ടുള്ള എക്സംഷൻസിൻ്റെ പ്രൊവിഷൻസ് എന്തൊക്കെയാണ്? ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിനുമായി വന്നിട്ടുള്ള ഹെഡിൽ വരുന്ന എക്സംഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് 10 മാർക്ക് തന്നെയാണ് ഇതിന് ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. ശങ്കർലാൽ ഇൻകം പർട്ടിക്കുലേഴ്സ് ആർ എസ് അണ്ടർ. താഴെ പ്രോബ്ലം തന്നിട്ടുണ്ട്. ഹൗസ് റെന്റ് ഓഫ് 1000 പെർ മന്ത്, ലെറ്റ് ഔട്ട് അഗെയിൻ ഫോർ 1600 പെർ മന്ത്. ബിസൈഡ്സ് ഹി റിസീവ്ഡ് 5000 റെന്റ് ഫ്രം ഹിസ് ഓണർഷിപ്പ് ഹൗസ്. പലതരത്തിലുള്ള ഇൻകവും തന്നിട്ടുണ്ട്. എന്നിട്ട് എന്ത് പറയണ? ഇൻകം ഫ്രം അതർ സോഴ്സ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാനാണ് പറയുന്നത്. എത്രയാണ് ഇൻകം ഫ്രം അതർ സോഴ്സ് എന്നുള്ള ഹെഡിൽ നമുക്ക് വരുന്ന ഇൻകം എന്നറിയാനായിട്ട്. ഓക്കെ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഷോർട്ട് നോട്ട് എഴുതാനാണ്. ഇതിലേതെങ്കിലും 4 എണ്ണം എഴുതിയാൽ മതി. എത്ര എണ്ണം തന്നിട്ടുണ്ട്? 6 എണ്ണം തന്നിട്ടുണ്ട്. 1, 2, 3, 4, 5, 6 എണ്ണത്തിൽ നിന്ന് 4 എണ്ണം എഴുതിയാൽ മതി. 4 എണ്ണത്തിലും 5 മാർക്ക് വെച്ചിട്ടാണ് മാർക്ക്. 20 മാർക്കാണ് ഇതിൽ അസൈൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് എന്താണ്? ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80G. 80Gയിൽ ഡിഡക്ഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് എത്ര മാർക്ക്? 5 മാർക്ക്. രണ്ടാമത്തെ അഗ്രികൾച്ചർ ഇൻകം, പാർട്ട്ലി അഗ്രികൾച്ചർ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? മൂന്നാമത്തത് ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഞ്ചാമത്തെ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ITR 1 എന്താണ്? ഫോം എന്താണ്? റെന്റ് ഫ്രീ അക്കോമഡേഷൻ എന്താണ്? ഇതാണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇതിന് എത്ര അറ്റൻഡ് ചെയ്താൽ മതി? 6 ഉണ്ട്, പക്ഷെ 4 എണ്ണം അറ്റൻഡ് ചെയ്താൽ. അപ്പോൾ മാക്സിമം നമുക്ക് 5 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. എല്ലാത്തിനും ഈക്വൽ ആയിട്ടുള്ള മാർക്കാണ് അസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ സൈഡിലേക്ക് പോകാം. എങ്ങനെയാണ് ഇത് ആൻസർ ചെയ്യേണ്ടത്, ഏതൊക്കെ എത്രത്തോളം പോയിന്റ്സുകൾ എഴുതണം എന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഏതാ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? BCOC ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസിലെ ജൂൺ 2025 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്? റെസിഡൻഷ്യൻ്റെ ബേസിൽ എന്താണ് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് അവർ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അവർ ടാക്സ് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ കറണ്ട് ഇയറിൽ ടാക്സ് ചെയ്യുന്നുണ്ട്, കറണ്ട് ഇയറിലാണ് ടാക്സ് ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ എക്സംഷൻസ് അതിനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ A എന്നും B എന്നുള്ള അനലൈസിസ് എന്തൊക്കെയാണ് വന്ന് നോക്കി നോക്കാം. ആദ്യത്തെ അസസീനെ നമ്മൾ റെസിഡൻസിൻ്റെ ബേസിൽ എന്തായിട്ട് ക്ലാസിഫൈ ചെയ്തു? റെസിഡൻറ്റ് അസസി, നോൺ റെസിഡൻറ്റ്, നോട്ട് ഓൺ റെസിഡൻറ്റ്, റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ്, നോട്ട് ഓൺ റെസിഡൻറ്റ്, അങ്ങനെ 3 ക്ലാസിഫിക്കേഷനാണ് ഉള്ളത്. റെസിഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാക്സബിൾ ഓൺ ഇന്ത്യൻ ഫോറിൻ, അല്ലേ? ഫോറിൻ കമ്പനിയിലും ഇന്ത്യൻ ഇൻകത്തിനും നമ്മൾ ടാക്സബിൾ ചെയ്യുകയാണെങ്കിൽ അവരെ നമ്മൾ എന്ത് വിളിക്കും? റെസിഡൻറ്റ് എന്ന് വിളിക്കും. നോൺ റെസിഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓൺലി ഓൺ ഇന്ത്യൻ ഇൻകം, ഇന്ത്യയിൽ കിട്ടിയ ഇൻകം ഉണ്ടെങ്കിൽ അത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ടാക്സ് ചെയ്യുന്നത്. നോട്ട് ഓണർ റെസിഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇന്ത്യൻ ഇൻകത്തിന് ഫുള്ളി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ടാക്സബിൾ ആണ്.
അതോടൊപ്പം ഫോറിൻ ഇൻകം എന്തെങ്കിലും ഇന്ത്യയിൽ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ചാർജ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കാലവർഷം, എത്ര കാലാവധി നമ്മൾ നാട്ടിൽ നിന്നു എന്നതിനനുസരിച്ചിലാണ് അസസീനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. റെസിഡൻറ്റ്, നോട്ട് ഓൺ റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ്. നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എത്ര ദിവസമായിരുന്നു? 182 ഡേയ്സ് ഓർ മോർ ആണെങ്കിൽ അല്ലേ, ബേസിക് കണ്ടീഷനാണ്. അഡീഷണൽ കണ്ടീഷനും 365 ഡേയ്സ് ഓർ മോർ, 732 ഡേയ്സ് ഓർ മോർ അല്ലേ. ആ ഒരു ക്ലാസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഏതാണ് അസസി, ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? റെസിഡൻ്റ് ആണോ, നോൺ റെസിഡൻ്റ് ആണോ, നോട്ട് ഓൺ റെസിഡൻ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ബേസിൽ എങ്ങനെയാണ് ടാക്സ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. ഇന്ത്യയിൽ സ്വീകരിച്ച ഇൻകം ആണെങ്കിൽ 3 കേസിലും എന്താണ്? ടാക്സബിൾ ആണ്. റെസിഡൻറ്റ് ടാക്സബിൾ, ഫോറിൻ ഇൻകത്തിനും എന്താണ്? റെസിഡൻ്റ് ആണെങ്കിൽ ടാക്സബിൾ ആണ്. നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ ഇൻകത്തിന് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ടാക്സ് ചെയ്യുന്നത്. നോട്ട് ഓൺ റെസിഡൻറ്റും ഇന്ത്യയിൽ റിസീവ് ചെയ്യുന്ന ഫോറിൻ ഇൻകം ഉണ്ടെങ്കിൽ അതെന്താണ്? ടാക്സബിൾ ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ വരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞത് പ്രീവിയസ് ഇയറിലെ ഇൻകം ആണോ ഈ അസസ്മെൻറ്റ് ഇയറിൽ നമ്മൾ ടാക്സ് ചെയ്യുന്നത്? അതെ അല്ലേ, നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഇൻകത്തിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ വർഷം ടാക്സ് അസസ് ചെയ്യുന്നത്. അതാണ് നമ്മൾ എന്തിൽ പറയുന്നത്? സെക്കൻഡ് ക്വസ്റ്റ്യനിൽ, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ബി എന്നുള്ള സെക്ഷനിൽ പറയുന്നത്. രണ്ടാമത് എന്തൊക്കെ എക്സെപ്ഷൻസ് ആണ്? ചില കാര്യങ്ങളിൽ കഴിഞ്ഞ വർഷത്തെ ഇൻകം എടുക്കാറില്ല, ഈ വർഷത്തെ ഇൻകം ചിലപ്പോൾ അസസ് ചെയ്ത് പോകും. അത് എന്തൊക്കെ സിറ്റുവേഷനാണ്, ഏതൊക്കെ എക്സെപ്ഷണൽ കേസാണ് എന്നുള്ളതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ്? നോൺ റെസിഡൻറ്റ് ഷിപ്പിംഗ് കമ്പനി അല്ലേ, നമ്മൾ ഷിപ്പിംഗ് കമ്പനി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ വർഷം കഴിഞ്ഞ് പിന്നെ പോയി കഴിഞ്ഞ് പിന്നെ എപ്പോഴെങ്കിലും തിരിച്ചു വരുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികൾക്ക് എന്തുണ്ട്? ഈ വർഷത്തെ ഇൻകത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇതുവരെയുള്ള എത്രയാണോ ഇൻകം അത് അസസ് ചെയ്ത് ടാക്സ് ചെയ്യേണ്ടി വരും. അതാണ് ഫസ്റ്റ് എക്സെപ്ഷൻ വരുന്നത്. രണ്ടാമത്തത് പേഴ്സൺ ലീവിങ് ഇന്ത്യ വിട്ട് പോകുക. അയാൾ ഇനി എപ്പോഴാണ് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു ഉറപ്പില്ല. അപ്പോൾ അതുവരെയുള്ള അയാളുടെ ഇൻകത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ടാക്സ് അസസ് ചെയ്യുന്നുണ്ട് സെക്ഷൻ 174 അനുസരിച്ചിട്ട്. മൂന്നാമത്തെ കേസിൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആൻഡ് ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ഫോർ എ പർട്ടിക്കുലർ ഇവൻറ്റ്, ഒരു ഇവൻറ്റിന് മാത്രം ഫോം ചെയ്തിട്ടുള്ള ഒരു ഫേമാണ് അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ ആ ഇവൻറ്റ് കഴിഞ്ഞാൽ അവർ നിർത്തിവെക്കും അല്ലേ. അപ്പോൾ ആ ഇവൻറ്റിൻ്റെ എത്ര ഇൻകം വന്നു അതനുസരിച്ച് എന്ത് ചെയ്യുന്നു? നമ്മൾ ടാക്സ് ചെയ്യുന്നു സെക്ഷൻ 174A അനുസരിച്ചിട്ട്. നാലാമത്തത് പേഴ്സൺ അലിനേറ്റിംഗ് അസറ്റ്സുകൾ അല്ലേ, ആ പേഴ്സൺസിൻ്റെ അസറ്റ്സിലുള്ള കാര്യങ്ങൾ. നമ്മൾ അസറ്റ് കൈമാറ്റം ചെയ്യുമ്പോൾ ആ കൈമാറ്റം ചെയ്തു കഴിഞ്ഞാൽ ആ കൈമാറ്റം ചെയ്യുന്നതിന് മുന്നേ ഉള്ള വ്യക്തിക്ക് എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് ചെയ്യേണ്ടതായിട്ട് വരും. ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ് ഇപ്പോൾ നിർത്തിപ്പോവാണ്. അപ്പോൾ ആ നിർത്തിപ്പോകുന്നത് വരെയുള്ള ഇൻകത്തിൽ എന്ത് ചെയ്യണം? ടാക്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രീവിയസ് ഇയറിലെ ഇൻകം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കറണ്ട് ഇയറിൽ ആക്സസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സെപ്ഷൻ വരുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ പ്രൊവിഷൻസ് ഓഫ് ഇൻകം ടാക്സ് റിലേറ്റിംഗ് ടു ഹൗസ് റെന്റ് അലവൻസ്? ഹൗസ് റെന്റ് അലവൻസ് നമ്മൾ ഷോർട്ട് ഫോമിൽ എന്താ ഉപയോഗിക്കുക? HRA എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് ഉള്ളത് എന്നുള്ള പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ആനുവൽ വാല്യൂ? എന്തൊക്കെ ഡിഡക്ഷൻസ് ആനുവൽ വാല്യൂവിൽ വരും? എന്ത് കണ്ടുപിടിക്കാൻ? നെറ്റ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കുന്നവരെ എന്തൊക്കെ ഡിഡക്ഷൻസ് വരും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നമ്പർ. അപ്പോൾ രണ്ടിനും 10 മാർക്ക് വെച്ച് 20 മാർക്കാണ് വരുന്നത്. നമുക്ക് നോക്കി നോക്കാം എന്താണ് വരുന്നത്. HRA സെക്ഷൻ 10 സബ്സെക്ഷൻ 13A ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താ പറയുക ഡിഡക്ഷൻസോ അലവൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സെക്ഷൻ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം? പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കണം. ഈ സെക്ഷൻ ഏതാ വരുന്നത്? സെക്ഷൻ 10 സബ്സെക്ഷൻ 13A അനുസരിച്ചിട്ട് HRA കേസിൽ വരുന്ന പ്രൊവിഷൻസ് എന്തൊക്കെയാണ്? ഈ HRA റിസീവ് ചെയ്യുന്ന സമയത്ത് 3 കണ്ടീഷൻസിൽ ഏറ്റവും ചെറുതേതോ അതാണ് നമ്മൾ എന്ത് ചെയ്തിട്ട് എടുക്കുന്നത്? എക്സംപ്റ്റഡ് HRA ആയിട്ട് എടുക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ് പറയുന്നത്? ആക്ച്വൽ HRA റിസീവ്ഡ്, എത്ര എമൗണ്ട് ആണോ റിസീവ് ചെയ്തത് അത് അവിടെ നമ്മൾ എഴുതി വെക്കുന്നു. രണ്ടാമത് റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി, അല്ലെങ്കിൽ റെൻറ്റ് പെയ്ഡ് ഇൻ എക്സസ് ഓഫ് 10% ഓഫ് സാലറി എന്ന് പറയും. റെൻറ്റ് എത്രയാണോ നമ്മൾ പേ ചെയ്തത് അതിൽ നിന്ന് സാലറിയുടെ 10% കുറച്ചിട്ട് ആ എമൗണ്ട് രണ്ടാമത്തെ കാറ്റഗറിയിൽ നമ്മൾ എഴുതണം. മൂന്നാമത്തത് 40 or 50 ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിറ്റിക്ക് അനുസരിച്ച്. മെട്രോപൊളിറ്റൻ സിറ്റീസ് ആണെങ്കിൽ 50%, അതർ സിറ്റീസ് ആണെങ്കിൽ 40% ഓഫ് സാലറിയാണ് എടുക്കുക. അപ്പോൾ മെട്രോ ആണ്, ഡൽഹി, മുംബൈ, കൽക്കട്ട എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ 50%, അതേഴ്സ് ആണെങ്കിൽ എന്താണ് 40%. അപ്പോൾ ഈ 3 കണ്ടുപിടിച്ചിട്ട് ആ 3ൻ്റെ എമൗണ്ട് നമ്മളവിടെ എഴുതും. അതിൽ ഏറ്റവും ചെറുതായിരിക്കും എന്തുള്ളത്? എക്സംപ്റ്റഡ് HRA എന്ന് പറയുന്നത്. അത് കഴിച്ച് ബാക്കിയുള്ളതായിരിക്കും നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടി വരിക? ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരിക. ക്ലിയർ ആയല്ലോ അല്ലേ?
നമ്മൾ പഠിച്ചിട്ടുണ്ട്, HRA ഹെഡിൽ പഠിച്ചിട്ടുണ്ട്, അതൊന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. രണ്ടാമത്തെ സെക്ഷനിൽ എന്താ പറയുന്നത്, എന്തൊക്കെ ഡിഡക്ഷൻസ് ആണ്, ആദ്യം എന്താണ് ആനുവൽ വാല്യൂ അല്ലേ, എന്താണ് വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി, ഡിഫൈൻ ആനുവൽ വാല്യൂ ഓഫ് ദ ഹൗസ് പ്രോപ്പർട്ടി. എന്താണ് ഒരു ആനുവൽ വാല്യൂ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ആനുവൽ വാല്യൂ കണ്ടുപിടിക്കുക? അവിടെ 3 കാര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ, ഓർമ്മ ഉണ്ടോ? റെന്റൽ വാല്യൂ, മുനിസിപ്പൽ വാല്യൂ, ആക്ച്വൽ റെന്റ്, സ്റ്റാൻഡേർഡ് റെന്റ് അല്ലേ. സ്റ്റാൻഡേർഡ് റെന്റ് എന്ന് പറഞ്ഞെങ്കിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ മുനിസിപ്പാലിറ്റി സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു റെന്റ് കൺട്രോൾ ആക്ട് പ്രകാരം ഫിക്സ് ചെയ്തിട്ടുള്ള റെന്റ്. അപ്പോൾ ആക്ച്വൽ റെന്റും അതുപോലെ തന്നെ റീസണബിൾ റെന്റും വിച്ച് എവർ ഈസ് ഹയർ ആണ് എന്തെടുക്കുന്നത്, നമ്മൾ ആനുവൽ വാല്യൂ ഇട്ട് എടുക്കുന്നത്. അപ്പോൾ FRU ഓർ മുനിസിപ്പൽ വാല്യൂ എടുക്കും, ആക്ച്വൽ റെന്റ് എടുക്കും, അതിൽ ഏറ്റവും ഹയർ ആയിട്ടുള്ളത് ഏതാണോ അതാണ് ആനുവൽ വാല്യൂ. അതിന് എത്ര ഡിഡക്ഷൻസ് കിട്ടുക? 30% ഓഫ് ഗ്രോസ് ആനുവൽ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്. 30%, 30%. അത് കൂടാതെ ലോണൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ നമുക്ക് എന്തുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ലോണിൽ ഡിഡക്ഷൻ ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്തിനൊക്കെ, ഒരു സ്ഥലം വാങ്ങാനോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റിപ്പയർസിന് വേണ്ടിയിട്ടോ റിന്യൂവൽ ചെയ്യുമ്പോഴോ അതിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് എന്തുണ്ട്, ഡിഡക്റ്റബിൾ ആണ്. ഇനി ഓണർ പേ ചെയ്തിട്ടുള്ള ടാക്സ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം, നമുക്ക് ഇതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആരാണോ ആ ഓണർ, അയാൾ കൊടുത്തിട്ടുള്ള മുനിസിപ്പൽ ടാക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മൈനസ് ചെയ്യേണ്ടത്. നമ്മൾ ഉപയോഗിക്കുന്ന ആൾ തന്നെ അസസ്സിയാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണ്ട, അത് ഡിഡക്റ്റ് ചെയ്യേണ്ട. മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദ ഓണർ പ്രത്യേകം ഓർമ്മിക്കണം കേട്ടോ. അപ്പോൾ മാക്സിമം ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ എത്രയാണ്, ലെറ്റ് ഔട്ട് ഹൗസിനാണെങ്കിൽ 2 ലക്ഷം രൂപ വരെ നമുക്ക് എന്ത് കിട്ടും, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഡിഡക്ഷൻസ് കിട്ടും. 30,000 വരെ എന്തിന് കിട്ടും, സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ നമുക്കതിൽ ഡിഡക്ഷൻസ് കിട്ടും. അപ്പോൾ ക്ലിയർ ആയല്ലോ അല്ലേ, HRA എന്താണെന്നും HRA ഡിഡക്ഷൻ എന്താണെന്നുള്ളതാണ് പറഞ്ഞത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ? ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഇൻകം ഓഫ് അതർ പേഴ്സണും നമ്മുടെ ഇൻകവും തമ്മിൽ എന്ത് ചെയ്യുന്നത്, ക്ലബ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഒരു ഗ്രാറ്റുവിറ്റിയുടെ പ്രോബ്ലം ആണ്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത് നമുക്ക് നോക്കി. എന്താണ് ഒരു ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്ലബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, കൂട്ടിച്ചേർക്കുക അല്ലേ. എന്താണ് കൂട്ടിച്ചേർക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻകം ഓഫ് അതർ പേഴ്സൺ ഇൻക്ലൂഡിങ് ഇൻകം ദ പേഴ്സൺ അല്ലേ. ഒരു വ്യക്തിയുടെ ഇൻകത്തിലെ മറ്റു വ്യക്തിയുടെ ഇൻകം കൂടി ആഡ് ചെയ്യുമ്പോഴാണ് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്ലബിംഗ് എന്ന് വിളിക്കുന്നത്. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ക്ലബിംഗ് വരുന്നത്? ട്രാൻസ്ഫർ ചെയ്യുന്നത്, അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുക വിത്തൗട്ട് കൺസിഡറേഷൻ. നമ്മൾ കാശൊന്നും വാങ്ങാതെ നമ്മൾ ഇപ്പോൾ നമ്മുടെ ഹസ്ബൻഡിൻ്റെ പേരിലുള്ള പ്രോപ്പർട്ടി വൈഫിൻ്റെ പേരിലേക്ക് മാറ്റുക വിത്തൗട്ട് കൺസിഡറേഷൻ, അവരിൽ നിന്ന് ഒരു കൺസിഡറേഷനും വാങ്ങാതെ മാറ്റുകയാണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇൻകം എടുക്കുന്ന സമയത്ത് ക്ലബ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ മൈനർ ചൈൽഡുടെ ഇൻകം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇൻകത്തിൻ്റെ കൂടെ ക്ലബ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ടാക്സ് കൊടുക്കുക. അതുപോലെ തന്നെ ഗിഫ്റ്റ് 50,000 ഫ്രം എക്സസ് ആയിട്ട് 50,000 വരികയാണെങ്കിൽ അത് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ഡിഡക്റ്റ് ചെയ്യേണ്ടി വരും, ക്ലബ് ചെയ്യേണ്ടി വരും. പ്രോപ്പർട്ടി ഹെൽഡ് ബൈ മെമ്പർ, അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, ഇവരുടെയൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, ഇൻകം നമ്മൾ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്ത് ആ ഇൻകത്തിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് കൊടുക്കേണ്ടത്. അപ്പോൾ ക്ലബിംഗ് ഓഫ് ഇൻകം വരുന്ന സിറ്റുവേഷൻസ് ആണിത് പറഞ്ഞത്. രണ്ടാമത്തേതിൽ നമ്മൾ പറഞ്ഞത് ഗ്രാറ്റുവിറ്റിയുടെ ഒരു പ്രോബ്ലം ആയിരുന്നു അല്ലേ. എന്തായിരുന്നു ഗ്രാറ്റുവിറ്റി പ്രോബ്ലത്തിൽ പറഞ്ഞിരുന്നത്? ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്തത് 5,76,000 രൂപയാണ് റിസീവ് ചെയ്തത്. സർവീസ് പീരീഡ് 34 വർഷം 9 മാസം 23 ദിവസം. അപ്പോൾ 9 മാസം 23 ദിവസം എന്ന് പറഞ്ഞത് കംപ്ലീറ്റ് ഇയേഴ്സ് അല്ല, അപ്പോൾ 34 ഇയേഴ്സ് ആയിട്ട് നമ്മൾ എടുത്തു. ബേസിക് സാലറി എത്രയാണ്, 30,000 പെർ മന്ത്. ഡിയർനെസ് അലവൻസ് എത്രയാണ്, 7,200. ആനുവൽ ഇൻകം എത്രയാണ്, 1,200. അപ്പോൾ നമ്മുടെ ടോട്ടൽ സാലറി എത്രയാണ്, 30,000, 7,200, 1,200, 38,400 ടോട്ടൽ മന്ത്ലി സാലറി. ഇനി അതിൻ്റെ ഗ്രാറ്റുവിറ്റിയിൽ എന്താ പറയുക, ഹാഫ് മന്ത് സാലറിയാണ് നമ്മൾ എടുക്കുക അല്ലെ. ഗ്രാറ്റുവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ഹാഫ് മന്ത് 38,400 ഹാഫ് എടുക്കുമ്പോൾ എത്രയാണ്, 19,200 ഹാഫ് മന്ത് സാലറി. ഇയർ സർവീസ് എത്രയാണ്, 34 വർഷം. അപ്പോൾ നമുക്ക് ഇനി ആ ഒരു പ്രൊവിഷൻസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. നമ്മൾ എന്തായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞേ, എത്രയാണ് ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്തതെന്ന് എഴുതണം. ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് മാക്സിമം നമുക്ക് 20 ലക്ഷം വരെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, എക്സംഷൻ ഗ്രാറ്റുവിറ്റി കിട്ടുന്നത്. ഹാഫ് മന്ത് സാലറി എത്രയാണോ അത് ഇൻറ്റു എത്ര വർഷം കംപ്ലീറ്റ് ചെയ്തു. ഈ 9 മാസം 24 ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, പാർട്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇഗ്നോർ ചെയ്യുന്നു.
34 വർഷം മാത്രം എടുക്കുന്നു. അപ്പോൾ ഹാഫ് മന്ത് സാലറി എത്രയാണ്? 19,200 അല്ലേ? അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 34 വർഷം കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? 6,52,800. ഇതിലേതാണോ വിച്ച് എവർ ഈസ് ലോവർ, ഇതിലേതാണ് കുറവ്, അതാണ് നമ്മുടെ എക്സംപ്റ്റഡ് ഗ്രാറ്റുവിറ്റി. അപ്പോൾ ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്ത് തന്നെയാണ് എക്സെപ്റ്റഡ് എമൗണ്ട് എത്രയാണ്? 5,76,000 അല്ലേ? അപ്പോൾ ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്തത് എത്രയാണ്? 5,76,000. അപ്പോൾ ശരിക്കും എന്താണ്? 5,76,000 റിസീവ് ചെയ്തത്, അതിൽ നിന്ന് എക്സെപ്റ്റഡ് 5,76,000. അപ്പോൾ ടാക്സബിൾ എമൗണ്ട് എന്തായിരിക്കും? നില്ലായിരിക്കും. അപ്പോൾ എത്രയാണോ റിസീവ് ചെയ്തത് അത് മുഴുവൻ നമുക്ക് എന്ത് കിട്ടി? എക്സെപ്റ്റ് കിട്ടി. അപ്പോൾ നമുക്ക് ടാക്സബിൾ എന്തില്ല? പോർഷൻ ഇല്ല, നില്ലായിരിക്കും വരിക. അപ്പോൾ ക്ലിയർ ആയല്ലോ അല്ലേ? ഇത് ചെയ്ത് നോക്കണം കേട്ടോ. പ്രോബ്ലം ചെയ്ത് നോക്കിയിട്ട് നമ്മൾ പറഞ്ഞാൽ മാത്രം പോരാ, നമ്മൾ ചെയ്ത് നോക്കിയാലാണ് മനസ്സിലാവുള്ളൂ കേട്ടോ. ഇനി അടുത്ത് എന്താ പറയണത്? 4ാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം. ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, ഇൻകം ഫ്രം അതർ സോഴ്സസ് ഉണ്ട്, ഇൻകം ഫ്രം അതർ സോഴ്സ് അല്ലേ, പ്രോഫിറ്റ് ബിസിനസ്, പ്രോഫിറ്റ് ഫ്രം ഡയറി ബിസിനസ്. ഇതിൽ നിന്ന് നമ്മൾ ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കി നോക്കാം. ഇതിൽ എന്താണ്? ഹൗസ് പ്രോപ്പർട്ടി ഇൻകം എന്താണ്? ടാക്സബിൾ ആണ്. ഷോർട്ട് ടേം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്തല്ല? നോട്ട് അപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഇത് വേണ്ട, ഈ ഒരു എമൗണ്ട് വേണ്ട. ലോട്ടറി വിന്നിങ് എത്ര ഉണ്ട്? 30% ഫ്ലാറ്റ് റേറ്റ് ഉണ്ട്, ടാക്സബിൾ ആണ്. ഡയറി ഫാമിംഗ്, അഗ്രികൾച്ചറൽ ഇൻകത്തിൽ നിന്നുള്ള ഡയറി ഫാമിംഗ് എന്താണ്? എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ ഇത് ഒഴിവാക്കി ബാക്കിയുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ നോക്കി നോക്കൂ. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എഴുതൂ. അതുപോലെ തന്നെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 30,000. അത് നമുക്ക് എന്ത് ചെയ്യണം? 20% നമ്മൾ ടാക്സ് ചെയ്യേണ്ടത്. വിന്നിങ് ഫ്രം ലോട്ടറി 80,000. ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റി 12,000. ഇൻകം ഫ്രം ക്ലോത്ത് ബിസിനസ് 1,25,000. ഇതിലെന്തില്ല? ഫാമിൻ്റെ ഇൻകം എടുത്തിട്ടില്ല കേട്ടോ, അത് എക്സംപ്റ്റ് ആണ്. പ്രോഫിറ്റ് ഫ്രം മഷ്റൂം ഗ്രോയിങ് ബിസിനസ് ആണ്, അപ്പോൾ 40,000. ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം നമുക്ക് എത്ര കിട്ടി? 3,12,000 രൂപ കിട്ടി. അതിൽ നിന്ന് 80C അനുസരിച്ചിട്ടുള്ള ഒരു ഡിഡക്ഷൻ ഉണ്ട്. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം 1000 രൂപ നമുക്ക് എന്തുണ്ട്? ഡിഡക്ഷൻസ് ഉണ്ട്. അത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 3,11,000 രൂപ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ഇൻകം ഫ്രം ടാക്സബിൾ ഇൻകം, ടോട്ടൽ ഇൻകം നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ പറഞ്ഞിട്ടുണ്ടാകുന്നത് ടോട്ടൽ ഇൻകം ആയിരുന്നു തന്നിരുന്നില്ല. ഡിഡക്ഷൻസ് ഒന്നേ വന്നിട്ടുള്ളൂ, LIC പ്രീമിയം. മാക്സിമം ഡിഡക്ഷൻ ATCയിൽ എത്രയാണ്? 1,50,000 വരെ നമുക്ക് ഡിഡക്ഷൻ ഉണ്ട്. ക്ലിയർ ആയല്ലോ അല്ലേ? അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് വരുന്നത്? ഹൗസ് പ്രോപ്പർട്ടിയുടെ പ്രോബ്ലം ആണ് തന്നിരിക്കുന്നത്. ഇതിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഹൗസ് പ്രോപ്പർട്ടി പ്രൊഫഷന് 25% ഉപയോഗിച്ചിട്ടുണ്ട്, 20% റെസിഡൻസിൽ ഉപയോഗിച്ചു. അപ്പോൾ ഇത് രണ്ടും എന്തില്ല? നമുക്ക് എന്തില്ല? നില്ലാണ്. ഇത് രണ്ടിലും എന്തില്ല? പ്രൊഫഷണൽ യൂസിന് ഉപയോഗിച്ചാലും ടാക്സബിൾ അല്ല. അതുപോലെ തന്നെ സെൽഫ് ഓക്യുപ്പൈഡ് പോർഷൻ എന്താണ്? നില്ലാണ്. അപ്പോൾ നമുക്ക് ഏത് മാത്രം മതി? ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി മാത്രം എടുത്താൽ മതി. 4,400 ഇൻറ്റു 12 ഉള്ള ആ ഒരു വാല്യൂ ആണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് കൂടാതെ ഫെറൻറ്റൽ വാല്യൂ തന്നിട്ടുണ്ട്, മുനിസിപ്പൽ വാല്യൂ തന്നിട്ടുണ്ട്. FRV ഓർ മുനിസിപ്പൽ വാല്യൂ വിച്ച് എവർ ഈസ് ഹയർ അല്ലേ, അതെടുത്തു. അതിൽ നിന്ന് പിന്നെ ആക്ച്വൽ റെൻറ്റും നമ്മൾ കമ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഗ്രോസ് ആനുവൽ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, ആക്ച്വൽ വാല്യൂ എത്രയാണെന്നുള്ളത്. മുനിസിപ്പൽ വാല്യൂ ഒക്കെ ഇതിന് 50% എടുക്കാം കേട്ടോ. ഫുൾ എമൗണ്ട് തന്നിരിക്കുന്നത് 60,000 തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 50%, 70,000-ൻ്റെ 50%. അതേപോലെ നേരത്തെ തന്നിട്ടുള്ള 4,400 ഇൻറ്റു 12 ഇൻറ്റു 50%. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ എമൗണ്ട് കിട്ടുന്നത്. ഇതിലെ ഏറ്റവും FRV ഓർ മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ വിച്ച് എവർ ഈസ് ഹയർ 35,000 ആണ് ഹയർ അല്ലേ. അത് ആക്ച്വൽ റെൻറ്റ് എത്രയാണ്? 26,400. ഇതിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഏതാണോ അതാണ് നമ്മുടെ എന്ത്? ഗ്രോസ് ആനുവൽ വാല്യൂ. ഇതിൽ ഏറ്റവും ഹയസ്റ്റ് ഏതാണ്? 35,000 രൂപ. അപ്പോൾ 35,000 നമ്മൾ എഴുതി. അതിനുശേഷം അതിൽ നിന്നുള്ള മുനിസിപ്പൽ ടാക്സ് ഉണ്ട്, എത്രയാണ്? 3,000 രൂപയാണ് മുനിസിപ്പൽ ടാക്സ്. 10% അല്ലേ. എത്രയാണ്? 10%. 3,000 രൂപ മുനിസിപ്പൽ വാല്യൂവിൻ്റെ 10%, അതായത് 30,000-ൻ്റെ 10%. അപ്പോൾ 3,000 കിട്ടി. അതിൽ നിന്ന് 30,000-ൽ നിന്ന് 3,000 മൈനസ് ചെയ്ത് 32,000 ആണ് നമുക്ക് എന്ത് വരിക?
നെറ്റ് ആനുവൽ വാല്യൂ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകം എന്ന് പറയുന്നത് 32,000 രൂപയാണ്. ടോട്ടൽ ഇൻകം നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻസ് മൈനസ് ചെയ്തിട്ടുള്ളത് 9,600 അല്ലേ, 32,000 ലെസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30%, 9,600 രൂപ. അത് മൈനസ് ചെയ്യുമ്പോൾ 22,400 നമ്മുടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എന്തൊക്കെയാണ് ഒരു ബിസിനസ് ഇൻകത്തിനും പ്രൊഫഷണൽ ഇൻകത്തിനും വേണ്ടി വരുന്ന ബേസിക് കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് എക്സംഷൻസ്, ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള എക്സംഷൻസ് എന്തൊക്കെയാണ്, ഒരു പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വേണം, ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കണം, ഇൻകവും അതിൻ്റെ എക്സ്പെൻസും റിലേറ്റഡ് ടു എന്തായിരിക്കണം, ബിസിനസ് ആയിരിക്കണം. അതിൻ്റെ ഇൻകം റിലൈഫ് ആയത് എന്തായിരിക്കണം, റെഗുലർലി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്യാരി ഔട്ട് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് വെച്ച് നിർത്തി പോകാൻ പാടില്ല, റെഗുലർ ആയിട്ടൊരു ബിസിനസ് റൺ ചെയ്യണം. അതുപോലെ തന്നെ എല്ലാത്തിനും എന്താണ്, ഇൻകം എന്തായിരിക്കണം, പ്രോഫിറ്റും ഗെയിനും ആയിരിക്കണം, അല്ല ക്യാപിറ്റൽ റെസീപ്റ്റ് ആവാനായിട്ട് പാടില്ല. ക്യാപിറ്റൽ റെസീപ്റ്റ് ഇവിടെ എടുക്കില്ല, റവന്യൂ റെസിപ്റ്റുകളാണ് നമ്മൾ ഇൻകം ഫ്രം ബിസിനസ്സിൽ നമ്മൾ കൺസിഡർ ചെയ്യാറ്. ഓക്കെ, അതുപോലെ തന്നെ എക്സ്പെൻസ് എന്തിനു വേണ്ടി ഉപയോഗിച്ചിരിക്കണം, ബിസിനസ്സിന് വേണ്ടി പെക്കുലറായിട്ട് ഉപയോഗിച്ചിരിക്കണം. അതർ പർപ്പസിന് വേണ്ടി ഉപയോഗിച്ച് നമുക്ക് എന്ത് കിട്ടില്ല, ഡിഡക്ഷൻസ് ഇവിടെ അലൗഡ് അല്ല. അതുപോലെ തന്നെ ബുക്സ്, ഓരോന്നിനും കൃത്യമായിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട് എന്ത് ചെയ്യണം, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ പറഞ്ഞിരുന്നത്, ബിസിനസ് ഓർ പ്രൊഫഷണൽ ഇൻകത്തിനുമായി ബന്ധപ്പെട്ട് വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു, എക്സംഷൻസ് ഓഫ് ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ എന്തൊക്കെയാണ് എക്സംഷൻസ്, ഏതൊക്കെ എക്സംഷൻസ് ആണ് അണ്ടർ സെക്ഷൻ 54F പറയുന്നത്. ഇൻഡിവിജ്വൽ ആയാലും HUF ആയാലും ഹി മസ്റ്റ് ബി ദ ഓണർ ഓഫ് ദ ലാൻഡ്, ആ ലാൻഡിൻ്റെ ഓണർ അദ്ദേഹം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അല്ല എക്സംഷൻസ് ഉണ്ട് ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന്. രണ്ടാമത്തത് ലാൻഡ് എന്തായിരിക്കണം, അഗ്രികൾച്ചറൽ ലാൻഡ് ആണെങ്കിൽ അത് ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് നമുക്ക് എന്താണ്, എക്സെപ്റ്റഡ് ആണ്. അതുപോലെ തന്നെ ലാൻഡ് യൂസ് ചെയ്യുന്നത് ഒരു ബിസിനസ്സിനോ പ്രൊഫഷനോ ആയിരിക്കരുത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുണ്ട്, എക്സംഷൻ ഉണ്ട്. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, അല്ലാതെ ബിസിനസ് പർപ്പസിന് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞെങ്കിൽ ഒരു ലാൻഡ് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണത്, എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എക്സംഷൻ അണ്ടർ സെക്ഷൻ 54F പ്രകാരം ക്യാപിറ്റൽ ഗെയിനിൽ വരുന്നത്. ആ നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഹെഡിൽ കണ്ടീഷൻസ് പറയുന്നുണ്ട്, അതൊന്ന് കൃത്യമായിട്ട് വായിച്ചു നോക്കണേ. അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 7ാമൊരു ക്വസ്റ്റ്യൻ എന്താണ്, എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, ഇൻകം ഫ്രം അതർ സോഴ്സസ് നമ്മൾ തന്നിട്ടുണ്ട്, സാലറി, MLA, MP ഒക്കെ തന്നിട്ടുണ്ട്. ഇതൊക്കെ എന്താണെന്നുള്ളത് പറയണം, എന്തൊക്കെയാണ് ഉള്ളത്, എന്തൊക്കെയാണ് ഇല്ലാത്തത്, എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഇൻകം ഫ്രം അതർ സോഴ്സ്, അപ്പോൾ ഇതിൽ നമുക്ക് എടുക്കേണ്ടത് എന്തൊക്കെയാണ്, സാലറി, ഇൻകം ഫ്രം അതർ സോഴ്സ് മാത്രമേ തന്നിട്ടുള്ളൂ, അല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഒരുപാട് തന്നിട്ടുണ്ട്. സാലറി തന്നിട്ടുണ്ട്, ഹൗസ് പ്രോപ്പർട്ടി തന്നിട്ടുണ്ട്, HUFൻ്റെ ഇൻകത്തിലെ ഷെയറൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്, ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ് കേട്ടോ. അപ്പോൾ സബ്ലെറ്റിങ്ങിന് ഇൻകം, സബ്ലെറ്റിംഗ്, റെൻറ്റ് ഹൗസ് 1000 പെർ മന്ത്, ലെറ്റ് ഔട്ട് 1600 പെർ മന്ത്, 1000 പെർ മന്തും 1600 പെർ മന്തും. നമ്മൾ ലെറ്റ് ഔട്ടിൻ്റെ ഇൻകം നമ്മൾ എടുക്കണം അല്ലേ. അപ്പോൾ 1600 പെർ മന്ത് എന്ന് പറയുമ്പോൾ 600 × 12 7200. അതുപോലെ ഗാംബ്ലിംഗ് എന്നുള്ള വിന്നിങ്സ് നമുക്ക് എത്രയാണ് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ, വിന്നിങ് ഫ്രം ഗാംബ്ലിംഗ്, സ്പെക്കുലേഷൻ പ്രോഫിറ്റും ഇതും ചേർത്ത് 6500. വിന്നിങ് ഫ്രം ഗാംബ്ലിംഗ് 6500, അതാണ് ഇവിടെ ഇരിക്കുന്നത്, 6500. പിന്നെ അതിനുശേഷം ഡിവിഡൻഡ് ഇൻകം നമുക്ക് തന്നിട്ടുള്ള ഡിവിഡൻഡ് ഇൻകം ഇതെന്താണ്, എക്സംപ്റ്റഡ് ആണ്. ഈ ഇന്ത്യൻ കമ്പനിയുടെ ഡിവിഡൻഡ് എന്താണ്, ടാക്സബിൾ ആണ്, 4000 രൂപ കേട്ടോ. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് 17,700 നമുക്ക് എന്ത് വരുന്നത്, ഇൻകം ഫ്രം അതർ സോഴ്സിൻ്റെ ഇൻകം വരുന്നത്. ഓക്കെ, സാലറി ഇൻകത്തിൽ 34,000 30,000 പ്ലസ് 4,000 രൂപ എന്താണ്, ടാക്സബിൾ ആണ്. അഗ്രികൾച്ചർ ഇൻകം
ശ്രീലങ്കയിൽ നിന്നുള്ള അഗ്രികൾച്ചർ ഇൻകം നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ കാൻകൂർ എന്നുള്ള അഗ്രികൾച്ചർ ഇൻകം നമുക്ക് എന്താണ്, എക്സംപ്റ്റഡ് ആണ്. ഇവിടെ നമുക്കതൊന്നും കാണാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ് നമുക്ക് ഇതിന്ന് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ഷോർട്ട് നോട്ട്സ് എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നമ്മൾ പറഞ്ഞിരുന്നു എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്, 6 ക്വസ്റ്റ്യൻ ഉണ്ട്. എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി, 4 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. 4 ക്വസ്റ്റ്യനും 5 മാർക്ക് വീതം, 4 × 5 ആണ് വരുന്നത്. നമുക്കിവിടെ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ആൻസർ ചെയ്യാം, പക്ഷേ ഇതിന് നമുക്ക് എന്ത് ചെയ്താൽ മതി, 4 എണ്ണം എഴുതിയാൽ മതി കേട്ടോ. ഡിഡക്ഷൻ ഏതൊക്കെയാണ്, ATG പ്രകാരമുള്ള ഡിഡക്ഷൻസ് എന്തൊക്കെയാണ്, അഗ്രികൾച്ചർ ഇൻകം, പാർട്ട്ലി അഗ്രികൾച്ചർ ഇൻകം എന്താണ്, അതുപോലെ തന്നെ ബ്രോൺ വാഷിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ITR 1 ഫോം എന്താണ്, ആർക്കാണ് ഇത് യൂസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ എന്താണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു 8ാമത്തെ ക്വസ്റ്റ്യനിൽ വരുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ATG പ്രകാരമുള്ള ഡിഡക്ഷൻസ് എന്തൊക്കെയാണ്. നമുക്കറിയാം ഡൊണേഷൻസ് ആണ് ഇതിൽ വരുന്നത്, ATGയിൽ വരുന്നത്. അതിൽ തന്നെ ഉണ്ട് എന്തുണ്ട്, വിത്ത് ലിമിറ്റ്, വിത്തൗട്ട് ലിമിറ്റ് ഉണ്ട് അല്ലേ. വിത്ത് ലിമിറ്റിൽ 50% ഉണ്ട്, വിത്തൗട്ട് ലിമിറ്റിൽ 100% ഉണ്ട്, 50% ഉണ്ട്. നമ്മൾ ക്ലാസ്സിലെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രൈം മിനിസ്റ്റർ നാഷണൽ റിലീഫ് ഫണ്ടൊക്കെ വരുമ്പോൾ അതെത്രയാണ്, 50% അല്ലേ. അതുപോലെ സ്റ്റേറ്റ് നാഷണലൊക്കെ കണ്ടു കഴിഞ്ഞാൽ 100% ഒരു ക്ലൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാം. അപ്പോൾ ആ ഒരു എന്തിൽ നോക്കണം, ഡിഡക്ഷൻസിൽ നോക്കണം. അപ്പോൾ ആ ലിസ്റ്റാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80Gയിൽ വരുന്ന എന്തൊക്കെ കാറ്റഗറൈസേഷൻ ആണ് അല്ലേ. അത് ക്യാഷ് ആയിട്ടുള്ള ഡൊണേഷൻ 2000 വരെ മാത്രമേ അലൗഡ് ഉള്ളൂ. അതിനുശേഷം എന്ത് ചെയ്യണം, ചെക്കായിട്ട് ഡ്രാഫ്റ്റ് ആയിട്ടൊക്കെ വേണം എന്നുള്ളത് പറഞ്ഞിരുന്നു അല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അഗ്രികൾച്ചർ ഇൻകം, പാർട്ട്ലി അഗ്രികൾച്ചർ ഇൻകം. അഗ്രികൾച്ചർ ഇൻകം എന്ന് പറഞ്ഞെങ്കിൽ എല്ലാം പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ടും കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് അഗ്രികൾച്ചർ ഇൻകം എന്ന്. പാർട്ട്ലി എന്ന് പറഞ്ഞാൽ പാർട്ട്ലി ബിസിനസ്സിനും പാർട്ട്ലി അഗ്രികൾച്ചറിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ പാർട്ട്ലി അഗ്രികൾച്ചർ ഇൻകം എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പാർട്ട്ലി അഗ്രികൾച്ചർ 60% അഗ്രികൾച്ചർ, 40% ബിസിനസ്സിന്. അതുപോലെ 65% അഗ്രികൾച്ചർ, 35% ബിസിനസ്, 75% ആഫ്റ്റർ റോസ്റ്റിംഗ്, 60% ബിഫോർ റോസ്റ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്ലാസിഫിക്കേഷൻസ് ആകുമ്പോൾ അതിനെയാണ് പാർട്ട്ലി അഗ്രികൾച്ചർ ഇൻകം എന്ന് പറയാം. ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞെങ്കിൽ ടാക്സ് ഇവേഷൻ ഒഴിവാക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള പ്രൊവിഷൻസ് ആണ് എന്ത്, ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞെങ്കിൽ. ഇതിൽ പീരിയോഡിക് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ പർച്ചേസും ബോണ്ട്സ് പർച്ചേസും ഷെയർ പർച്ചേസുമായി ബന്ധപ്പെട്ടാണിത് ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻസ് വരുന്നത്. പർച്ചേസ് ബിഫോർ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ആൻഡ് സെയിൽ ആഫ്റ്റർ റിസീവിങ് ഇൻട്രസ്റ്റ്. എന്ത് ചെയ്യണം, ബിഫോർ ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, പർച്ചേസ് ചെയ്യണം. അതുപോലെ തന്നെ സെയിൽ ആഫ്റ്റർ റിസീവിങ് ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്താൽ മതി, സെയിൽ ചെയ്താൽ മതി. അപ്പോൾ ചില ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിന് മുമ്പ് അത് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അത്ര വരെ നമുക്ക് എന്ത് ചെയ്യേണ്ട, ടാക്സ് കൊടുക്കേണ്ട, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തിട്ടില്ല അവിടെ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് പറയുന്നത്, ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ടാക്സ് ഇവേഷൻസ് ഒഴിവാക്കാനാണ്. ടാക്സ് നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കുന്നത് ആ കണ്ടീഷൻസിനെ മാറ്റാനാണ് ഇത് കൊണ്ടുവരുന്നത്. ഓക്കെ, സെക്ഷൻ 94AA അനുസരിച്ചിട്ടാണ് വരുന്നത്. സെക്ഷൻ ഓർമ്മ വയ്ക്കണം കേട്ടോ. നെക്സ്റ്റ്, ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽസ് അസറ്റിൻ്റെ ട്രാൻസ്ഫർ എങ്ങനെയാണ്. 2 സബ്സെക്ഷൻ 47 എന്തൊക്കെ കാര്യങ്ങളാണ് സെയിലിന് വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ കമ്പൽസറി അക്വിസിഷൻ, ഗവൺമെൻറ് കമ്പൽസറി ആയിട്ട് അക്വയർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റോക്ക് ട്രേഡായിട്ട് കൺവേർട്ട് ചെയ്തത്. ഏതൊക്കെയാണ് ഒരു ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സിൽ വരുന്നത്. അതുപോലെ ചില റൈറ്റുകൾ എക്സ്റ്റിങ്ക്വിഷൻ ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ എന്തിലുമായിട്ട് ബന്ധപ്പെട്ട് വരും, ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് വരും. ഓക്കെ, ITR 1 ഫോം. ഈ ITR 1 ഫോം എന്താണ്, ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഇൻഡിവിജ്വൽസിനും HUF ആണ് ITR 1 ഫോം അപ്ലൈ ചെയ്യുന്നത്. വിത്തൗട്ട് ബിസിനസ് ഇൻകം അവിടെ പാടില്ല. ഇവിടെ എന്തായിരിക്കണം, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഇൻഡിവിജ്വൽസിന് മാത്രമാണ് ITR 1 ഫോം ഉപയോഗിക്കുന്നത്. എന്താണ് ഡ്യൂ ഡേറ്റ്, നോൺ ഓഡിറ്റ് ആണെങ്കിൽ ജൂലൈ 31, ഓഡിറ്റ് ആണെങ്കിൽ ഡിസംബർ 31 ഇതിൻ്റെ ഡ്യൂ ഡേറ്റ് വരുന്നത്. ITR 1 ഫോം ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാം അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു ഓൺലൈനായിട്ട് ITR റിട്ടേൺ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. എന്തൊക്കെ ഡീറ്റെയിൽസ് വേണം, പാൻ വേണം, ആധാർ വേണം, ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വേണം. അതോടൊപ്പം തന്നെ എന്തൊക്കെ ഡീറ്റെയിൽസ് വേണം, 5 ഹെഡിൻ്റെ ഡീറ്റെയിൽസ് വേണം. ഡിഡക്ഷൻസ് എന്തൊക്കെയാണെങ്കിൽ അതിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും വേണം. ഇത് ITR 1 ഫില്ല് ചെയ്യാനായിട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വന്നിരുന്നത്. ITR 1 ഫോമിൽ ഇൻഡിവിജ്വൽസിനും HUFനാണ് ആ ഫോം ഉപയോഗിക്കുക. റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റെൻറ്റ് കൊടുക്കാതെ ഫ്രീ ആയിട്ട് താമസിക്കാം ഉള്ള സൗകര്യം ആര് കൊടുക്കുന്നു, എംപ്ലോയർക്ക് കൊടുക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ
കൺസെഷൻസും വരുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും ഒരു ഫെസിലിറ്റി ആണല്ലേ. ആ ഫെസിലിറ്റി അയാൾ കൊടുത്തില്ലെങ്കിൽ വേറൊരു പുറത്ത് പോയിട്ട് അവരെന്ത് ചെയ്യേണ്ടി വരും, റെൻറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു അതിന് വേണ്ടിയിട്ട് ചെറിയൊരു എന്തുണ്ട്, ടാക്സ് അതിന് മുകളിൽ ചാർജ് ചെയ്തിട്ടുണ്ട്. അതിനാണ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിൽ 15% സാലറിയുടെയും ഓർ റെൻറ്റ് പെയ്ഡ് വിച്ച് എവർ ഈസ് ഹയർ. സാലറിയുടെ 15% അല്ലെങ്കിൽ റെൻറ്റ് പെയ്ഡ് ഏതാണോ ഹയർ അതാണ് ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിൽ എടുക്കുക. അതേഴ്സ് ആണെങ്കിൽ 10%, സാലറിയുടെ 10% അല്ലെങ്കിൽ ആക്ച്വൽ റെൻറ്റ് വിച്ച് എവർ ഈസ് ഹയർ എടുക്കുന്നു. ഫർണിഷ്ഡ് ആണെങ്കിൽ അതിൻ്റെ കൂടെ എന്തുണ്ട്, സാലറി കൂടെ പെർക്യൂസിറ്റ്സും അതിൻ്റെ 10% എന്ത് ചെയ്യണം, 20% ഫർണിച്ചറിൻ്റെ എമൗണ്ട് എത്രയാണോ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് കൂടി ആഡ് ചെയ്യണം. അൺഫർണിഷ്ഡ് ഉണ്ട്, ഫർണിഷ്ഡ് അക്കോമഡേഷൻ ഉണ്ട്, അതും നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷനുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. നമുക്കത് പഠിക്കാനുണ്ട്. ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ചാപ്റ്ററിലുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ജൂൺ 2025 ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസിസുമായിട്ട് നമുക്ക് പറയാനുള്ളത്. നമ്മളിപ്പോൾ ഏതാ ഡിസ്കസ് ചെയ്തേ, BCOC 136 ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടല്ലോ, എളുപ്പമാണ് അല്ലേ, വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നന്നായിട്ട് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. ഈ പ്രോബ്ലം ഞാൻ പറഞ്ഞാൽ മാത്രം പോരാ, നിങ്ങൾ എന്ത് ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് ഒരുങ്ങാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ പരീക്ഷയ്ക്കുള്ള എല്ലാ മംഗളാശംസകളും തരുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.